ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. ഞാനിന്ന് വീട്ടിൽ പോവുകയാണ് കേട്ടോ. ഞാൻ മിക്കവാറും എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് പഞ്ച് ഔട്ടൊക്കെ ചെയ്തിട്ട് ഇറങ്ങി. അപ്പം ഞാനിന്ന് ട്രെയിനിലാണ് വീട്ടിൽ പോകുന്നത്. ഞാൻ മിക്കവാറും ട്രെയിനിൽ തന്നെയാണ് വീട്ടിൽ പോകുന്നത്. ഓഫീസിൽ നിന്ന് ഞാൻ ഓട്ടോയിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഓട്ടോയിലാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഈ ട്രെയിൻ എടുക്കുന്നതിന് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ടെൻഷനാണ്. അപ്പം ഞാൻ മാക്സിമം ബസ് ഉണ്ടെങ്കിലും ശരിക്കും ബസ്സിൽ വന്ന് എത്തും, എന്നാലും ഞാൻ ഓട്ടോ വിളിച്ചേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എങ്ങനെയായാലും ട്രെയിൻ എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും എത്തിയില്ല, എനിക്കൊരു സമാധാനവും ഇല്ല. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ ട്രെയിനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിനിൽ പോകാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് നിങ്ങൾക്ക് ബസ്സാണോ ഇഷ്ടം? നിങ്ങൾക്ക് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ്. ഞാൻ എപ്പോഴും വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്യുക, എന്നിട്ട് അങ്ങനെ പോകാൻ നോക്കുകയുള്ളൂ. വിൻഡോ സീറ്റ് ആകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് സമയമായപ്പോൾ എടുത്തു. ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ വഴിയിൽ നിന്ന് അപ്പോൾ വിൻഡോ സീറ്റിൽ കൂടെ കാണുന്ന കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് കുറേ സമയം ഇരിക്കും. ചിലപ്പോൾ ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ. ഇന്ന് പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ ഒരു പ്രത്യേകതയുണ്ട് അതിന്. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ട്രെയിൻ യാത്രയിൽ. നമ്മുടെ അഷ്ടമുടിക്കായലാണ്, കേരളത്തിൻ്റെ സ്വന്തം അഷ്ടമുടിക്കായൽ. അപ്പം അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഈ ട്രെയിനിൽ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ആ ഒരു സ്ഥലമാകുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ കുറേ നേരം നമ്മൾ ഇത് നോക്കിയിരുന്ന് പോകും, അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇരുട്ടാകുമല്ലോ പെട്ടെന്ന്, അത് കാരണം അധികം ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഇരുട്ട് മൂടിക്കിടക്കായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാകുന്ന സമയമാണല്ലോ. അങ്ങനെ കുറച്ച് ലേറ്റായിട്ട് ഞാൻ നാട്ടിലെത്തി. കാരണം ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു, ഒരുപാട് ലേറ്റല്ല, എന്നാലും കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ടൊരു ചെറിയ പരിപാടിയുണ്ട്. കാരണം നാളെ കല്യാണം ആയതുകൊണ്ട് ഞാൻ ഹെന്ന ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തലയിൽ തേക്കാൻ. ഇത് നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു എനിക്കറിയാം, പക്ഷേ ഞാൻ ചെയ്തില്ല. അപ്പം അത് ഇപ്പോൾ പോണ വഴിക്ക് ഒരു ഹെന്ന മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കി തലയിൽ തേക്കണം. അതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ തന്നെ തേയില വെള്ളം തിളപ്പിക്കുവാണ്. എണ്ണ ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ നല്ല കടുപ്പത്തിൽ തേയില വെള്ളം തിളപ്പിക്കണം. ഞാൻ ഒരു 5-6 സ്പൂൺ തേയില ഇട്ടാണ് തിളപ്പിക്കുന്നത്. കാപ്പിപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചാൽ നല്ലതാണ്. പിന്നെ ഞാൻ ഹെന്ന ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. കാരണം ഇത് തണുക്കണം കേട്ടോ, ഈ തേയില വെള്ളം നന്നായിട്ട് തണുക്കണം. അപ്പോൾ തണുക്കാൻ വേണ്ടി ഞാൻ വെച്ചു. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും അത് അരിച്ചെടുക്കണം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പാക്കറ്റ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ബെഞ്ചാറാസിൻ്റെ മേടിച്ച ആ കടയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ലത് നോക്കി വാങ്ങിയിട്ട് അതിലേക്ക് തേയില വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ ഹെന്ന ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതലിട്ടാൽ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ചെറുനാരങ്ങ മാത്രമാണ്, ഇതിൻ്റെ നീര് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എനിക്ക് ഈ ചെറുനാരങ്ങയുടെ ആ നീര് ചേർക്കുമ്പോഴാണ് കുറച്ച് കളറ് കിട്ടുന്നുള്ള തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിത് മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു നാരങ്ങ മൊത്തം അതിൻ്റെ നീര് മൊത്തം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഹെന്ന പൗഡർ മതി. കാരണം എനിക്ക് ഷോൾഡർ വരെ മുടിയുള്ളല്ലോ, ഒരുപാട് മുടിയുള്ളവർ അതനുസരിച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മൾ തണുത്ത ആ ഒരു തേയില വെള്ളം അരിച്ചെടുക്കുക. എന്നിട്ടിത് ഈ ഹെന്ന പൗഡറിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ഇത് ഒഴിക്കരുത് കേട്ടോ, കാരണം നമുക്ക് അറിയില്ല ഇത് എന്തുമാത്രം വേണമെന്ന്. ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇത് സ്റ്റിക്കായിട്ടിരിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് തലയിൽ ഇത് ആ തലമുടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പരുവത്തിലാണിത് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്, പിന്നെ ഒരുപാട് അങ്ങ് കട്ടിയാവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു പരുവുണ്ടല്ലോ, ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ.
അപ്പം ഞാൻ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാട്ടോ മിക്കവാറും ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ചെയ്യും. ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് വെക്കുന്നത് നല്ലത്. പക്ഷേ ഇതിപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് തേക്കാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുക്കും. ഞാൻ അരമണിക്കൂർ എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തലയിൽ തേച്ചിട്ടൊരു 2 മണിക്കൂർ ഞാൻ തലയിൽ വെച്ചു. എന്നിട്ട് ഞാൻ കഴുകി കളഞ്ഞു. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് കേട്ടോ. നമ്മളെ കല്യാണത്തിന് പോകേണ്ട പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമായിരുന്നു. കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ കണ്ടോ, ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയല്ല. നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴ്ത്താൻ നോക്കുമ്പോൾ ഇത് വീഴരുത്, അതിൽ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണം. കണ്ടോ, അങ്ങനെ ആ ഒരു പരുവം. വളരെ കഷ്ടപ്പെട്ടാണ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ ആ ഒരു പരുവത്തിൽ കിട്ടണം. പിന്നെ അത് ഞാൻ തലയിലൊക്കെ തേച്ചു, അതൊക്കെ കഴുകി നല്ല മുടിയൊക്കെ നല്ല സെറ്റാക്കി അടുത്ത ദിവസം കല്യാണത്തിന് പോവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരെയുള്ളൊരു കല്യാണമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം ബൈക്കിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിലാണ് അവിടെ വരെ പോയത്. KSRTC ബസ്സിലാണ് പോയത്. ഈ KSRTC ബസ്സിൽ പോകാമെന്ന് പറയുമ്പം എന്താ പറയുക, നമ്മൾ പറയില്ലേ KSRTC ബസ്, അതിൻ്റെ വിൻഡോ സീറ്റ്, ഒരു പാട്ടൊക്കെ കേട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട്, ചാറ്റൽ മഴ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബല്ലേ. അങ്ങനെ KSRTC ബസ്സിലൊക്കെ പോയി അടിപൊളിയായിരുന്നു. കല്യാണമൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് കഴിഞ്ഞു. സദ്യ കഴിച്ചു. ഞാൻ സദ്യയുടെ വലിയ ഫാനൊന്നും അല്ലെങ്കിലും ഈ സദ്യ എനിക്കിഷ്ടമായി കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.